ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് നവംബർ 7-ന് 4 ചിത്രങ്ങളാണ് റിലീസിനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രം റോഷൻ മാത്യു നായകനാകുന്ന ഇത്തിരി നേരം എന്നൊരു ചിത്രമാണ്. അതുപോലെ തന്നെ അൽത്താഫ് നായകനായി വരുന്ന ഇന്നസെൻ്റ് എന്ന ചിത്രമാണ് രണ്ടാമതായിട്ട് റിലീസാകുന്നത്. പിന്നെയുള്ളത് 2 പടങ്ങൾ, ഒന്ന് തെലുങ്കുവും ഒന്ന് ഹോളിവുഡ് പടവുമാണ്. ഹോളിവുഡ് പടം പ്രെഡാറ്റർ ബാഡ്ലാൻഡ്സ് ആണ്, പ്രെഡാറ്റർ ഫ്രാഞ്ചൈസിലെ 7ാമത്തെ ചിത്രം. പിന്നെ ഉള്ളത് ദ ഗേൾ ഫ്രണ്ട് എന്ന രശ്മിക മന്ദാന നായികയായി എത്തുന്ന ചിത്രമാണ്. നവംബർ 14-നാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത റിലീസാവുന്നത്. തമിഴ് ലാംഗ്വേജ് ആണ്, അതുപോലെ തന്നെ തെലുങ്കു മലയാളം ഡബ്ബിംഗ് ഒക്കെ ഇതിനുണ്ട്. സമുദ്രകനി, റാണ ദഗുപതി, ദുൽഖർ സൽമാൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ നവംബർ 14-ന് റിലീസാകുന്നത് ലുക്കുമാൻ നായകനായ അതിഭീകര കാമുകൻ എന്ന ഒരു ചിത്രമാണ്. നവംബർ 21-ന് നമുക്ക് 4 ചിത്രങ്ങൾ റിലീസിനുണ്ട്. ഒന്നാമത്തേത് ഇന്ദ്രജിത്ത് നായകനായി എത്തുന്ന ധീരം എന്ന സിനിമ. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒരു ഹോളിവുഡ് പടമാണ്, സിസു ദ റോഡ് റിവെഞ്ച് എന്നാണ് ചിത്രത്തിന്റെ പേര്. തമിഴിൽ നിന്നും കവിൻ നായകനായി എത്തുന്ന മാസ്ക് എന്ന ചിത്രമാണ് അടുത്തത്. പിന്നെ പൃഥ്വിരാജ് നായകനാകുന്ന വിലായത് ബുദ്ധയാണ് നവംബർ 21-ന് എത്തുന്ന മറ്റൊരു ചിത്രം. നവംബർ 27-നാണ് മമ്മൂക്ക വിനായകൻ കൂട്ടുകെട്ടിലെ കളങ്കാവൽ റിലീസാകുന്നത്. നവംബർ 28-ന് ബോംബെ പോസിറ്റീവ് എന്ന ലുക്കുമാൻ്റെ മറ്റൊരു ചിത്രം കൂടി റിലീസാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് നവംബർ മാസം നമുക്ക് റിലീസിനുള്ളത്. ഇതിലേതെങ്കിലും ചിത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.